നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. നമുക്കതിനാദ്യം റൈസ് ഉണ്ടാക്കാം. ഒരു പോട്ടെടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗീ ആഡ് ചെയ്ത് കൊടുത്ത് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റായി വരുമ്പോൾ കോരി മാറ്റാം. സെയിം പോട്ടിലേക്ക് ഓനിയൻ കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വന്ന ഓനിയൻ കോരി മാറ്റാം. ഇനി നമുക്ക് സെയിം ഓയിലിലേക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്ത് കുതിർത്ത് വെച്ച അരി ആഡ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അരമണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. റൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി ഒരു 5 മിനിറ്റ് സോട്ട് ചെയ്ത് കൊടുത്ത് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തത്. ആവശ്യമായിട്ടുള്ള ഉപ്പും നാരങ്ങ നീരും കൂടി ആഡ് ചെയ്ത് കുറച്ച് ക്യാരറ്റ് കൂടെ ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. ഞാൻ വറ്റിച്ചിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഊറ്റിയെടുക്കാം. ഇപ്പോൾ റൈസൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ഒരു പോട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഓനിയൻ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഓനിയൻ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. തക്കാളി എല്ലാം നന്നായി മെൽറ്റായി വരണം. ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളും ഉള്ളിയും എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ ഉപ്പ് നോക്കി ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സായി വരുമ്പോൾ നമ്മൾ കഴുകി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മുഴുവനായി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മസാലയും ചിക്കനും നന്നായി യോജിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്യണ്ട. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അടിയെല്ലാം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാല നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ദമ്മിട്ട് കൊടുക്കാം. ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് മസാലയുടെ മുകളിൽ ആദ്യം ഒരു സെറ്റ് ഇട്ട് കൊടുക്കാം. പകുതി റൈസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റും മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സെറ്റ് റൈസ് കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ മുകളിൽ സെയിം സ്റ്റെപ്പ് ആയിട്ടുള്ള കുറച്ച് ഗരം മസാല, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, മല്ലിയില കൂടി ആഡ് ചെയ്ത് നേരത്തെ മാറ്റി വെച്ച ഓനിയൻ ഫ്രൈ ചെയ്തതും നട്ട്സും ആഡ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് 10 മിനിറ്റ്
ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതാ സൂപ്പർ ടേസ്റ്റി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് കൂടി ചെയ്യണേ.